നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋഷി സാർ, ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിച്ചതാ. ഗോപികയും ഞാനും തമ്മിൽ ഒരു റിലേഷനുമില്ല. ഞാൻ പക്ഷേ ഗോപിയെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. തുറന്നു പറയാനുള്ള ധൈര്യം എനിക്ക് ഇല്ലാതെ പോയി. ഋഷി സാറുമായി ഗോപിക എടുത്ത എനിക്ക് ഗോപിയെ നഷ്ടപ്പെടുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുടിച്ചിരുന്നു. അതിന്റെ കൂടെ മെന്റലി ഡിസ്റ്റർബ്ഡ്. പിന്നെ നിന്റെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞിരുന്നത്? കൂടെ നിന്റെ അഞ്ജിതയുടെ അമ്മയുണ്ടായിരുന്നു. അവരായിരിക്കണം ഈ ഫോട്ടോ എടുത്തത്. കൊള്ളാലോ നിന്റെ റിലേറ്റീവ്സ് ഒക്കെ. മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവന്റെ അടുത്തേക്ക് വലിഞ്ഞേറി വന്നിട്ട്. സത്യമായിട്ട് ഞാനിത് അറിഞ്ഞില്ല. ഈ ഫോട്ടോ എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. വല്ലപ്പോഴും കുടിച്ചിരുന്ന ഞാനിപ്പോ മുഴി കുടിയനായി മാറി. അതിന് കാരണക്കാരി നീയാ. ഞാൻ പോവാ. നിക്ക്. ഓ, അത്രയ്ക്ക് വലിയ മാന്യതയൊന്നും നിനക്ക് വേണ്ട. കുറെയൊക്കെ ഞാൻ അറിഞ്ഞു. വലിയ പവിത്രത പറയുന്നു. എന്തായിരുന്നു രവിയായിട്ടുള്ള റിലേഷൻ? അവനെല്ലാം പറഞ്ഞു. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കുറെ നാൾ താമസിച്ചതെല്ലാം. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. എന്നെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞുണ്ടല്ലോ. ആരെന്നൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും ഓരോന്നൊക്കെ പറയുന്ന കേട്ടിട്ട് ഇപ്പൊ അന്ന എന്റെ കൂടെ വാ. രവി അവന്റെ അണപ്പല്ല ഞാൻ അടിച്ചു തെറിപ്പിക്കും. ആരെ കുറിച്ച് ഒന്നും പറയാത്ത നിലയിൽ അവന്റെ നാക്കിനെ പിഴുതെടുക്കും. വാ. അവൻ പറഞ്ഞു എന്ന് കരുതി ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഇനി ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. ഇപ്പൊ തന്നെ എല്ലാം മനസ്സിലാക്കി തരാം. വാ ഇങ്ങോട്ട്. ഞാൻ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. ഡ്രസ് ഒന്നും മാറണ്ട, ഇതൊക്കെ മതി. ഇങ്ങോട്ട് മതി. ആ ഞാൻ ആദ്യം രവിയെ ഫോണിൽ വിളിച്ച് പുറത്തേക്ക് വരാൻ പറയാം. ഋഷി സാറ് ഇറങ്ങി ഒന്ന് മാറി നിന്നാ മതി. ഞങ്ങള് സംസാരിക്കുന്ന എന്താന്ന് സാറിനെ കേൾക്കാലോ. എന്നിട്ട് വന്നാ മതി. ഓക്കെ. ഹലോ ഗോപിക. ആ രവി, ഒന്ന് ഓഫീസിന് പുറത്തേക്ക് വരാവോ? എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനാ. അതിനെന്താ, അകത്തേക്ക് വാ. അത് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സംസാരിക്കാനുള്ള കാര്യം തികച്ചും സ്വകാര്യമാ. പ്ലീസ്. ഞാൻ വരാം. രവി സാറേ, സാറിന് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ ഓഫീസിൽ വന്നപ്പോ മുതല് രവി സാറിനെ കാണുന്നുണ്ട്. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് ഒരിക്കൽ പോലും പണം കടം വാങ്ങിയിട്ടില്ല. നല്ല ഫ്രണ്ട്ഷിപ്പ് തകരുന്നത് അതിനിടയിൽ സാമ്പത്തിക ഇടപാട് വരുമ്പോഴാ. എന്റെ ഓർമ്മയില് അങ്ങനെ ഒരു ഇടപാട് നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടോ സാറേ? ഇതെന്താ താൻ എന്നെ സാറിനൊക്കെ വിളിക്കുന്നത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരല്ലേ വിളിച്ചോണ്ടിരുന്നത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം സാർ. ഇല്ല, ഞാൻ തനിക്ക് കാശും തന്നിട്ടില്ല. എനിക്ക് ഇന്ന് വരെ രവി എന്റെ നല്ല ഫ്രണ്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. എന്താ അങ്ങനെയല്ലേ? എന്തപ്പോ അല്ലാന്ന് തോന്നാൻ? ഋഷി സാർ എന്തെങ്കിലും പറഞ്ഞോ? നമുക്കിടയിൽ എന്തിനാ ഋഷി സാറിനെ കൂടി ഉൾപ്പെടുത്തുന്നത്? നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാ. ഇന്നും അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ഈ ഋഷി സാർ ഉണ്ടല്ലോ, സാറിന് മറ്റെന്തോ ചില ഉദ്ദേശമുണ്ട്. എന്നെയും രവി സാറിനെയും ചേർത്ത് അനാവശ്യം പറഞ്ഞുണ്ടാക്കേണ്ട കാര്യം ഋഷി സാറിനുണ്ടോ? അതാ ഞാൻ ഋഷി സാറിനെയും കൂടി ഒപ്പം നിർത്തി സംസാരിക്കുന്നത്. അല്ല, നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ആ, ഇനി ഋഷി സാറിനെ എന്നെ ഒഴിവാക്കണമെങ്കിൽ ആയിക്കോട്ടെ. എനിക്കൊരു വിഷമവുമില്ല. അതിന് വെറുതെ എന്നെ കുറിച്ച് അപവാദം പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഗോപിക, ഞാൻ പറഞ്ഞത് സത്യ. രവി എന്നോട് പറഞ്ഞതാണ്. പറയൂ രവി, നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഉണ്ടായിരുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്?
എന്തിനാ ഋഷി സാറെ ഇങ്ങനെ വെറുതെ കള്ളത്തരം പറയുന്നത്? രവി സാർ ഒരിക്കലും എന്നെ പറ്റി അങ്ങനെ പറയില്ല. ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും അടുപ്പമുള്ളതായിട്ട് എന്റെ പെരുമാറ്റത്തിൽ നിന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ആ ഋഷി സാറെ, ഞങ്ങള് സാധാരണക്കാരാ. ഒരേ ഓഫീസില് നല്ല സൗഹൃദത്തോടെ ജോലി ചെയ്യുന്നവര്. ആവശ്യമില്ലാത്തത് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങള് തമ്മിൽ തെറ്റിക്കേണ്ട കാര്യമുണ്ടോ? എന്നെ ഒഴിവാക്കിക്കോ. അഞ്ജതയാണ് എന്നെക്കാളും സാറിന് പറ്റിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കെന്ന്. ഋഷി സാർ ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിച്ചതാ. ഗോപികയും ഞാനും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ഞാൻ പക്ഷേ ഗോപിയെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ലാതെ പോയി. ഋഷി സാറുമായി ഗോപിക എടുത്ത എനിക്ക് ഗോപിയെ നഷ്ടപ്പെടുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് നിങ്ങളെ തമ്മിൽ തെറ്റിച്ച സൗകര്യം പോലെ എന്റെ സ്നേഹം തുറന്നു പറയാലോ എന്ന് കരുതി. താനൊക്കെ ഒരാണാണോ? ഒരു പെണ്ണിനോട് അടുപ്പം തോന്നിയാ തുറന്നു പറയാനുള്ള ആംബിയറെങ്കിലും കാണിക്കണം. അതല്ലാതെ ഞാനും അവളുമായിട്ട് മറ്റൊരു റിലേഷനാണ്, അവളുടെ മുതുകിൽ കറുത്ത മറുകുണ്ട്. ഒരാൾ ഇത്രയും അധപതിക്കാൻ പാടുണ്ടോ? വേണ്ട സാറേ, ഒന്നും വേണ്ട. ഞാൻ അറിഞ്ഞില്ല ഇയാൾ ഇത്തരക്കാരനാണെന്ന്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ ഇത്രയ്ക്ക് ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആരാടോ തന്നോട് പറഞ്ഞത് എന്റെ പുറത്ത് മറുകൊണ്ടെന്ന്? എല്ലാം പോയില്ലേ? എന്തിനാ പറഞ്ഞ് നിന്നെയും കൂടി കരയിക്കുന്നത്? എന്നാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ആ വൃത്തികെട്ടവന്റെ കൂടെ നിന്നെ പറഞ്ഞയക്കേണ്ടി വന്നില്ലല്ലോ. എല്ലാം സഹിച്ച് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയല്ലേ മോളെ. നിനക്ക് അല്ല, നിങ്ങൾക്ക് രണ്ടിനും നല്ലൊരു ജീവിതം. അതിലെങ്കിലും എന്റെ വാശി നടക്കണം. എന്തായാലും വീടിന്റെ കടം തീർക്കാനെന്ന് പറഞ്ഞ അമ്മ ഇനി അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. എങ്ങ പോരെ, അമ്മ ഒപ്പം ഉള്ളപ്പോ കരയാനെങ്കിലും ഒരു കൂട്ടുണ്ടാവുമല്ലോ. ഞാൻ ഫോൺ വെക്കാം, പിന്നെ വിളിക്കാം. ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അതപ്പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ നിന്റെ കണ്ണീര് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മോളെ. സാരമില്ല മോളെ, വാ നമുക്ക് പോകാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.